അതാണ് കൃഷ്ണകുമാറിൻ്റെയും മകൾ ദിയയുടെയും പ്രതികരണം. ഏതായാലും ദിയ നടത്തുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിൽ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാമ്പത്തിക തട്ടിപ്പിൻ്റെ തെളിവുകൾ കൃഷ്ണകുമാറും ദിയയും പുറത്തുവിടുകയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങൾ അവർ പങ്കുവെക്കുകയും ചെയ്തു. ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിനാണ് അതല്ല അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ. പിന്നെ നോക്കണം, നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ, അത് ശരി. നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല അല്ലേ? 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ. ഒരു 10-15 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിലോ റെക്കോർഡ് വന്നിരിക്കുന്നത് സംസാരിക്കായിരിക്കും. വന്നാലെത്തിയും കണക്ക് പ്രകാരം വന്നാൽ നിന്നെത്തിയും. അപ്പൊ നമുക്ക് എടുത്തിട്ടെന്ന് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും പൈസ? അല്ല ഞാനിപ്പോ കണക്ക് എത്തിച്ചാൽ കണക്ക് മാറ്റി പറയല്ലേ? കംപ്ലീറ്റ് കൊടുക്കും കേട്ടോ, കംപ്ലീറ്റ് കൊടുക്കും. നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ പോകില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന പൈസ അത്രയ്ക്കാണ്. അറിയാതെ എത്രയാണ് ഉദ്ദേശം? എന്താ പറയാ വന്നേ? അത് മനസ്സിലായി. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്. 69 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് ഈ ജീവനക്കാരികൾ നടത്തിയത് എന്നാണ് കൃഷ്ണകുമാറും മകളും ആരോപിക്കുന്നത്. നേരത്തെ കണ്ട ദൃശ്യങ്ങൾ അത് ഈ സ്ഥാപനത്തിൽ വന്ന് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന് കൃഷ്ണകുമാർ പറയുന്നുണ്ട്. സാരംഗ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, നമുക്ക് മനസ്സിലാകുന്നത് കൃഷ്ണകുമാർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൊടുത്തിരുന്നു. അതിൻ്റെ കൗണ്ടർ കേസായി പിറ്റേ ദിവസം ഇവർ നൽകുന്ന കേസിൻ്റെ വിശദാംശങ്ങളാണ് കൂടുതലായി പുറത്തു വരുന്നത്. നേരത്തെ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറും മകളും പോലീസിനെ ബോധ്യപ്പെടുത്തിയ എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ ദിയുടെ പേരിലൊരു ഓബൈ എന്നുള്ളൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിൽ ഒരു സാമ്പത്തിക തിരിമറി നടത്തി, അതായത് QR കോഡിൽ തിരിമറി നടത്തിയിട്ട് ജീവനക്കാരുടെ QR കൊടുത്തിട്ട് സാമ്പത്തിക തിരിമറികളും മറ്റും നടത്തിയിട്ടാണ് ഇത്രയും വലിയൊരു തുക 69 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തി. തുടക്കത്തിൽ ഇത്രയും വലിയൊരു തുകയാണെന്ന് കുടുംബത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവർ ആദ്യം അത് മനസ്സിലാക്കിയത് ചെറിയൊരു തുകയായിരിക്കും എന്നുള്ള രീതിയിൽ അത് അവഗണിക്കുകയായിരുന്നു. പിന്നീട് ഈ വലിയ തുക അറിയുന്നതോടുകൂടി ഇവർ സെറ്റിൽമെൻറ്റ്, അതായത് ഇവരോട് സംസാരിക്കുകയും അതിനൊപ്പം തന്നെ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഈ പരാതിക്കാരി ഇപ്പോൾ തിരിച്ച് പരാതി നൽകിയിട്ടുള്ള, അതായത് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്ന ഈ 3 ജീവനക്കാരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുന്നത്. ആ സമയത്തുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് തൊട്ട് മുൻപ് കണ്ടത്. ഇത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള സംഭവം ഉണ്ടായി എന്നുള്ള പരാതി വന്നപ്പോഴാണ് മാധ്യമങ്ങളടക്കം ഇത്തരത്തിലുള്ളൊരു പരാതി പുറത്തേക്ക് വരുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 3 ജീവനക്കാരും മുൻപ് തന്നെ മാസങ്ങളോളമായി ഈ QR തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തിരിമറി നടത്തുന്നു. അത് ജി കൃഷ്ണകുമാറിൻ്റെ കുടുംബം കണ്ടെത്തുന്നു. അത് പരാതി നൽകുന്നു, കന്റോൺമെന്റ് SIക്ക് പരാതി നൽകുന്നു. അങ്ങനെ പരാതിക്ക് ഒരു കൗണ്ടർ പരാതി എന്ന രീതിയിലാണ് ഈ 3 ജീവനക്കാരും കൂടി തന്നെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി ഭീഷണിപ്പെടുത്തി, അതേപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിലുള്ള പരാതി നൽകുന്നത്. അങ്ങനെ ഒരു കൗണ്ടർ പരാതി പുറത്തു വന്നതോടുകൂടിയാണ് ഈ മാധ്യമങ്ങൾക്ക് ഈ മാധ്യമ ശ്രദ്ധ നേടുന്നതും. ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പരാതി, അതായത് ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചേർത്താണ് ജി കൃഷ്ണകുമാറിനും ഒപ്പം തന്നെ ദിയയ്ക്കുമെതിരെ പരാതി, അതായത് ഇത്തരത്തിലുള്ള ഒരു കേസ് എടുത്തിട്ടുള്ളത്. കേസ് എടുത്തതിൽ തന്നെ വലിയൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം കോടതി അവധിയാണ്. ഇത്തരത്തിൽ പെരുന്നാളും മറ്റ് ഈ രീതിയിലുള്ള അവധിയുള്ള സമയത്താണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതിയെ സമീപിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഉള്ളൊരു തരത്തിലാണ് കേസ് എടുത്തതെന്നുള്ള ആരോപണമുണ്ട്. ഒപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് ഈ CIയുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ മോശപ്പെട്ട ഒരു പെരുമാറ്റം ഉണ്ടായി എന്നും കൃഷ്ണകുമാർ നമ്മളൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ വലിയൊരു തുക, അതായത് 69 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തിയതിൽ ഇവർ ഉടൻ തന്നെ 8 ലക്ഷം രൂപ, ആദ്യം 4 ലക്ഷം രൂപ തിരിച്ചു നൽകി. അതിനൊപ്പം തന്നെ വീണ്ടും ഒരു 4 ലക്ഷം, 8,82,000 രൂപയോളം ഇവർ ഉടൻ തന്നെ ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ട സമയത്ത് തന്നെ ഈ ജീവനക്കാരുടെ 3 ജീവനക്കാരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുവന്ന് തരികയാണ്. അതിനുശേഷം വീണ്ടും പരാതിയുമായിട്ട് ബാക്കി തുകയടക്കം തിരിച്ചു കിട്ടണം എന്ന രീതിയിൽ പരാതി നൽകിയ സമയത്താണ് ഇവർ കൗണ്ടർ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് ഇവർ ഞങ്ങളെ വിളിച്ചു വരുത്തി, ഇവർ തടഞ്ഞു വെച്ചു, ഭീഷണിപ്പെടുത്തി, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിലുള്ള ഒരു പരാതി. ഈ രണ്ട് പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സാമ്പത്തിക തിരിമറി നടത്തിയതിലും കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ഭീഷണിപ്പെടുത്തി എന്നതിലും പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ ജി കൃഷ്ണകുമാർ
പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അടക്കം പുറത്തു വിട്ടുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക QR കോഡിൽ തിരിമറി നടത്തി അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി. അവരത് 3 പേരും വീതിച്ചെടുക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ളൊരു വലിയൊരു തിരിമറിയാണ് ഈ 3 ജീവനക്കാരും നടത്തിയത്. അത് ആദ്യം തന്നെ പരാതി നൽകിയ സമയത്ത് ഒരു സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ ഇവർ വിളിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഇവർ കുറ്റം അംഗീകരിക്കാനോ ഈ തുക തിരിച്ചു നൽകാമെന്നുള്ള രീതിയിലോ ഒന്നും സമ്മതിച്ചില്ല. അതിനുശേഷം ദിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ജീവനക്കാരിയുടെ ഭർത്താവിൽ ഒരാൾ ഈ ദിയെ വിളിച്ചിട്ട് ഇത്തരം പരാതി പിൻവലിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ മെസ്സേജ് അയക്കുകയും അതേപോലെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് കൗണ്ടർ പരാതിയുമായി, അതായത് ഇവരെ ഉപദ്രവിച്ചു എന്ന രീതിയിൽ ഒരു ഈ തട്ടിപ്പ് ഇവർ മനസ്സിലാക്കാൻ കൃഷ്ണകുമാറും ദിയാണല്ലോ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത്, മനസ്സിലാക്കാൻ വൈകി. തുടക്കത്തിൽ ഒരു ചെറിയ തുകയാണെന്ന് വിചാരിച്ചു. അവർ വലിയ പരാതിയുമായി പോയില്ല. ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ശ്രമിച്ചു ഇവർ. പക്ഷേ പിന്നീട് ഇവർ ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണോ ഈ പരാതിയുമായി കൃഷ്ണകുമാറും മകളും ആദ്യം പോകുന്നത്? അതിനുശേഷമുള്ള പരിശോധനയിലാണോ ഈ 69 ലക്ഷം എന്ന ഒരു വലിയ തുക തട്ടിച്ചു എന്ന് മനസ്സിലാകുന്നത്? ഇതിലെ ദുരൂഹതകൾ മറന്നീക്കി പുറത്തു വരുന്നത് ഇവരുടെ ജി കൃഷ്ണകുമാറിൻ്റെ കുടുംബ സുഹൃത്ത് ഈ കടയിലെത്തി സാധനങ്ങൾ വാങ്ങുകയും അവിടെയുള്ള QR കോഡിൽ പണം അയക്കുന്ന സമയത്ത് QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പേരിന് പകരം അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ പേരിലേക്കുള്ള ഒരു അക്കൗണ്ടിലേക്ക് പണം പോകുന്നു എന്ന് ഈ കുടുംബത്തെ അറിയിക്കുന്നു. അത്തരത്തിൽ ആ കാര്യത്തിൽ ഒരു വിശദീകരണം അന്വേഷിച്ചപ്പോഴാണ് ദിയ അന്വേഷിച്ച സമയത്താണ് അതിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു അന്വേഷണം നടത്തുകയാണ്. ചെറിയ രീതിയിലൊരു അന്വേഷണം നടന്നു. അപ്പോൾ ചെറിയ രീതിയിൽ തുകകൾ കൈമാറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം ഇവർ കൂടുതൽ ചോദ്യം ചെയ്യുന്നു. ഇവരെ ഇത്തരത്തിൽ എത്രത്തോളം പണം മാറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മറ്റും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു തുക, മാസങ്ങളോളമായി ഇത്രയും വലിയൊരു തുക, കാലങ്ങളോളമായിട്ടുള്ള ഈ തുക ഇവർ അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ദിയ ഗർഭിണിയായതിനാൽ തന്നെ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല കുറേ മാസങ്ങളായിട്ട്. അപ്പോൾ ആ സമയത്ത് ഓഫീസിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് തിരിമറി നടത്താൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പിന്നീട് അതിനുശേഷം ഓഡിറ്റർ നടത്തിയ ഒരു അന്വേഷണവും തുടർന്ന് ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കുടുംബം നടത്തിയ ഒരു അന്വേഷണവുമാണ് ഇത്രയും വലിയൊരു തിരിമറിയാണ്, സാമ്പത്തിക തിരിമറിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ സാരംഗ്, കൃഷ്ണകുമാറും കുടുംബവും. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ നിരവധികം സമ്മതിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ, ഈ പണം തട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യം? അതെ, ഇവർ മാപ്പപേക്ഷിച്ചുകൊണ്ട് പണം മുഴുവൻ തിരികെ നൽകാമെന്ന രീതിയിലൊക്കെ വന്ന് സംസാരിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. ആ സമയത്ത് എടുത്ത വീഡിയോകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അതായത് പരാതിയുമായി മുന്നോട്ട് പോകരുത്, നാണക്കേടാണ്, ആ രീതിയിൽ. അപ്പോൾ കൃത്യമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ സമയത്താണ് ഒരു തുക 8 ലക്ഷത്തോളം രൂപ 2 ഘട്ടത്തിലായി ഉടൻ തന്നെ എത്തിച്ചു കൊടുക്കുന്നത്. അതിനുശേഷവും ഇത്രയും വലിയ തുകയാണ്, പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ കൗണ്ടർ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. ആദ്യം തന്നെ ഇവർ കന്റോൺമെൻറ് SIക്ക് പരാതി നൽകി. അതിനുശേഷം പരാതിയുടെ കാര്യം ഈ ജീവനക്കാർ അറിഞ്ഞ സമയത്ത് ഇവരുമായി ബന്ധപ്പെടുകയും ഒരു സെറ്റിൽമെൻറ്റിന് തയ്യാറാകുന്ന രീതിയിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം വീട്ടിലിരുന്ന് സംസാരിക്കുന്നതിനിടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിലൊരു തീരുമാനമാവാതെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നറിഞ്ഞപ്പോൾ കുടുംബമെന്നായ സമയത്താണ് ഈ ജീവനക്കാർ മറ്റൊരു പരാതിയുമായി, കൗണ്ടർ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. അതായത് ഇവരിങ്ങനെ ഉപദ്രവിച്ചു, ഭീഷണിപ്പെടുത്തി, ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ പരാതി വരുന്നത്. ആ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കൃഷ്ണകുമാറിനെയും ദിയക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സാമ്പത്തിക തിരിമറി നടത്തിയതിന് 3 ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 2 കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിലൊരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യം നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. നിലവിലെ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ സാമ്പത്തിക തിരിമറി നടത്തി എന്ന് കുറ്റസമ്മതം നടത്തുന്നുണ്ട്. മാത്രമല്ല അത്തരത്തിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അടക്കമുള്ള രേഖകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ വലിയൊരു തുക 69 ലക്ഷം രൂപയോളം ഇവർ തിരിമറി നടത്തിയിട്ടുണ്ട്. അതിൽ ചെറിയൊരു തുക മാത്രം തിരികെ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു വലിയ തുക അവരുടെ കയ്യിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൃഷ്ണകുമാർ നൽകിയ കേസുണ്ട്, തിരിച്ച് മറുഭാഗം നൽകിയ കേസുണ്ട്. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞത് പോലീസിൽ 99% ആളുകളും ന്യായത്തിനൊപ്പം നിൽക്കുന്നവരാണ്. പക്ഷേ 1% ആളുകൾ മാത്രമാണ് പുഴുക്കുത്തുകൾ. ചില ആളുകൾ ഇവർക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് അദ്ദേഹം പങ്കുവെക്കുന്നത്? ഇവരെ ആദ്യം വന്ന് ക്ഷമ പറഞ്ഞിട്ട് പിന്നീട് ഇവർ പോയി കേസുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം അത് മറ്റുള്ള ആരുടെയെങ്കിലും പ്രേരണയിലാണ് എന്നുള്ളതാണോ? ഇത്തരത്തിൽ കൃഷ്ണകുമാർ പറഞ്ഞ ഒരു വാക്കുകളെന്ന് വെച്ചാൽ ഈ പരാതിയുടെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവെച്ചത്. അതായത് വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു അവിടെയുള്ള CI പെരുമാറിയത്. ഒരു മുൻവൈരാഗ്യമുള്ള പോലെ ഉള്ള രീതിയിലായിരുന്നു. അതായത് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായില്ല. മാത്രമല്ല ശരീരഭാഷയിലും അടക്കമുള്ള ഇവരോടുള്ള ഒരു വിരോധം
തനിക്ക് അനുഭവപ്പെട്ടു. ഒപ്പം തന്നെ തൻ്റെ ഭാഗം കേൾക്കാതെ രണ്ടുപേരും പരാതി നൽകിയിട്ടുണ്ട്, രണ്ടുപേർക്കെതിരെ കേസ് എടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം. ആ പെരുമാറ്റമാണ് ഇത്തരത്തിൽ കൃഷ്ണകുമാറിന് ഒരു സംശയം തോന്നാൻ കാരണം ഇവർ ഇത്തരത്തിലുള്ളൊരു പരാതി നൽകാൻ ഇവർ തയ്യാറാവുന്നതിന് പിന്നിൽ ഇത്തരം ആരെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഉന്നയിച്ചത്. അതിനൊപ്പം തന്നെ ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ, ഈ CIയുടെ ഒരു മനോഭാവം, അതേപോലെ തന്നെ ഇവരുടെ ഒരു രീതിയൊന്നും കൃഷ്ണകുമാർ നല്ല രീതിയിലല്ല പറയുന്നത്. കാരണം ഇവരുടെ ഭാഗത്തുനിന്നാണ് ആദ്യം പരാതി ഉണ്ടായത്. അതായത് സാമ്പത്തിക തട്ടിപ്പ്, ഇത്രയും വലിയൊരു തുകയുടെ തട്ടിപ്പ് ഉണ്ടായിട്ടും ആ പരാതി നിലനിൽക്കെ തന്നെ ഒരു കൗണ്ടർ പരാതിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാന്യമായ ഒരു ഇടപെടലല്ല തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിക്കടക്കം ആഭ്യന്തര വകുപ്പിനടക്കം പരാതി നൽകിയത്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതിയിൽ പൂർണ്ണ തൃപ്തനാണെന്നും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം പങ്കുവച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ CIയുടെ ഒരു തെറ്റായ ഒരു സമീപനത്തെ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുമുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കേസുകൾ രണ്ടുണ്ട്. അതിൽ പോലീസിൻ്റെ നടപടികൾ പ്രധാനമാണ്. കൃഷ്ണകുമാർ നൽകിയ കേസാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 69 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമുള്ള കൗണ്ടർ പരാതിയായി ഈ ജീവനക്കാർ നൽകിയ കേസും കോടതിയുടെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.